ക്ഷേത്രത്തിലെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് തുടങ്ങിയ ജീവിതമാണ്. മലയാള സിനിമയിൽ നമ്മളെയൊക്കെ ഭ്രമിപ്പിച്ച ഒട്ടനവധി ഗാനങ്ങൾ. ആ ഗാനരചയിതാവിന് ഇന്ന് 75 വയസ്സ് പൂർത്തിയാവുകയാണ്. കൈതപ്രം സാറിന് ആദ്യമായി പിറന്നാൾ ആശംസകൾ നേരാണ്. സാർ ഇപ്പം നോക്കുകയാണെങ്കിൽ 3000-നടുത്ത് പാട്ടുകളുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ഇത്ര വർഷക്കാലത്തെ ജേണി എന്ന് പറയുമ്പോൾ? വളരെ സന്തോഷമായിട്ടുള്ള ജേണിയാണ്. നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. പാടുകയും എഴുതുകയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി. ഇപ്പോൾ ആദ്യത്തെ സിനിമ എന്നെന്നും കണ്ണേറ്റൻ്റെ, അതെ, അതുമുതൽ ഇന്ന് വരെയുള്ള സിനിമകൾ എന്ന് പറയുമ്പം കാലം ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. 40 കൊല്ലത്തെ ഗ്യാപ്പാണ്. അതിൽ ഫുള്ളായിട്ട് ഞാനുണ്ട്. ശരിക്ക് ഒരു 80 മുതൽ 85 മുതൽക്കെന്ന് പറയാമല്ലോ. അതിങ്ങനെ ഗ്രാഫ് മുമ്പോട്ട് പോയതാണ്, മേലോട്ട് പോയതാണ്. 90s കംപ്ലീറ്റ് ഞാൻ തന്നെയായിരുന്നു. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് ഭാസ്കരൻ മാഷും വയലാറും പിന്നെ ONV സാറും ഇവരൊക്കെ, തമ്പിച്ചേട്ടനും ഒക്കെ. അവരൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ്, വയലാറില്ല, ബാക്കി എല്ലാവരും ഉള്ള സമയത്ത് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു പദവി കിട്ടി, അവിടെ സീറ്റ് കിട്ടി. അതൊക്കെ ഒരാൾ എഴുത്തുകാരനെ സംബന്ധിച്ച് ഭാഗ്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആൾക്കാർക്ക് ഒരു വ്യത്യസ്തമായൊരു മൂഡാണ് ആവശ്യം. ഞാൻ ആരെയും അനുകരിക്കാൻ പോയിട്ടില്ല, എൻ്റെതായ സ്റ്റൈലിൽ തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് പാട്ട് എഴുതിയത് 1986-ലോ 85 എന്ന് പറയാം. തുടങ്ങിയത് 85. അവിടെ നിന്ന് ഇപ്പോൾ മിന്നൽ വള പോലൊരു പാട്ടിലേക്ക് എത്തിക്കുന്നു. ഒരുപാട് ജനറേഷൻ ഉണ്ട് ഇതിനകത്ത്. അവരൊക്കെ ഒരുപോലെ സാറിൻ്റെ പാട്ട് പാടുന്നുണ്ട്. അതൊരു ഭാഗ്യം പറയാൻ പറ്റുള്ളൂ. ഈ പാട്ടുണ്ടാക്കാനേ പറ്റുള്ളൂ. പാട്ടിൻ്റെ പുറമേ ഉള്ളൊരു വർക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് നേരിട്ട് അത് മനസ്സിലേക്ക് പോവുകയും അവരത് ഏറ്റുപാടുകയും ചെയ്യാനുള്ളത് ഭാഗ്യമാണ്. അതാണ് എൻ്റെ. മിന്നൽ വള എന്ന് പറഞ്ഞ പാട്ടുണ്ടായത് എങ്ങനെയായിരുന്നു? അതെ, അത് ഞാൻ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള മനോഹരൻ എന്നിട്ടൊരു, എൻ്റെ ഞങ്ങൾ ഒരേ പ്രായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മകൻ മനോഹർ, അദ്ദേഹമാണ് പടം ചെയ്തത്. അപ്പോൾ എന്നെ ആഗ്രഹിച്ച് വിളിച്ചതാണ് പുള്ളി, എൻ്റെ സുഹൃത്തിൻ്റെ മകൻ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നു. മ്യൂസിക് ഡയറക്ടർ ട്യൂൺ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഷൂട്ടിങ്ങും കൂടി കഴിഞ്ഞിരുന്നുണ്ട്. എൻ്റെ വിഷ്വൽസ് ഇട്ടിട്ടുണ്ട്. വിഷ്വൽസ് ഇങ്ങനെ പലതും ഇങ്ങനെ കാണുന്നു. അങ്ങനെ അത് കണ്ടു, ഞാൻ എഴുതാൻ പറഞ്ഞു, എഴുതിത്തരും. മിന്നൽ വള എന്ന വാക്ക് പോലും എൻ്റെ കുട്ടിക്കാലത്ത് കാളിദാസനെ വായിച്ചിട്ടുള്ളത് തന്നെയാണ്. കാളിദാസൻ്റെ രഘുവംശത്തിൽ മഹാകാവ്യത്തിൽ ഈ രാമനും സീതയും കൂടി തിരിച്ചു വരുന്നൊരു സംഭവമുണ്ട്. അത് പുഷ്പക വിമാനത്തിലാണ് വരുമ്പോൾ ഈ സീത പുറത്തേക്ക് കൈ കിട്ടുന്നതാണ്. അപ്പോൾ മിന്നലുകൾ വളയായി മാറി സീതയ്ക്കുന്നത്. അങ്ങനെ പ്രകൃതിയും ഈ മനുഷ്യനും തമ്മിലുള്ളൊരു ഒരു അസാധ്യമായിട്ടുള്ളൊരു ചേർച്ച കാളിദാസൻ പറയുന്നത്. ഇപ്പം ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, കൊണ്ടലിന് താൻ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. ഞാൻ പറഞ്ഞു, എനിക്കപ്പോൾ ഉപയോഗിക്കാൻ തോന്നി. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ, ഇത് കൊണ്ടലായി എന്നല്ലേ, കണ്ടപ്പോൾ കൊണ്ടലായി എന്നുണ്ട്. കൊണ്ടലിൽ നിന്ന് മിന്നൽ ഉണ്ടായി. അതാണ് കൊണ്ടൽ എന്നുള്ള വാക്ക്. പഠിക്കണം, അവർ പഠിക്കണം, അറിയില്ലെങ്കിൽ പഠിക്കണം. അതിനാണ് ഞാൻ കൊടുക്കുന്നത്. അവർക്ക് അറിയാത്തത് ഞാൻ കൊടുക്കും. എത്ര ദിവസം എടുത്തുകൊണ്ട് ഒരു പാട്ട് കംപ്ലീറ്റ് ചെയ്തു? ഇല്ല, അത് പെട്ടെന്ന് കഴിഞ്ഞാൽ ദിവസമൊന്നും എടുത്തിട്ടില്ല. ഒരു 1-2 മണിക്കൂർ എല്ലാം കൂടി, ഇത്രയേ ഉള്ളൂ. ലജ്ജാവതി മുതലാണ് ഒരു അടിപൊളി ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ വേറൊരു ട്രാക്കിലേക്ക് സാർ വരുന്നത്. അതെ, അതും അങ്ങനെ പെട്ടെന്നുണ്ടായത്. എന്നോട് കഥ അതൊന്നും നേരത്തെ പറഞ്ഞൊന്നുമില്ല. ഇങ്ങനെ ഒരു ട്രെൻഡാണ് അതിനകത്ത്, അതൊന്നും പറഞ്ഞില്ല. ജാസി ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. അന്ന് ജയരാജ് അദ്ദേഹത്തിനെ മനസ്സിൽ വെച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പാട്ട് ചെയ്യിക്കുകയാണ്. ആദ്യം എന്നെ വിളിച്ചു, ഞാൻ പോയി കണ്ടു. ആ ട്യൂണിൻ്റെ സ്റ്റൈൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുമ്പോൾ അങ്ങ് ചെയ്തതാണ്. പിന്നെ എന്നോട് ജയരാജ് പറഞ്ഞ എല്ലാ വാക്കുകളൊന്നും പുള്ളിക്ക് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ളൊരു പ്രൊനൗൺസിയേഷനാണ്. അതുകൊണ്ട് എല്ലാ വാക്കുകളൊന്നും പറ്റില്ല, അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡി ചെയ്തു. അങ്ങനെ തുടങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടായി. പല കാലഘട്ടങ്ങൾ, പല തലമുറകൾ. അപ്പോൾ ഈ 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ എങ്ങനെയാണ് ഈ പല തലമുറകളെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ പാട്ട് എഴുതാൻ പറ്റും? തലമുറകൾ മാത്രമേ മാറുന്നുള്ളൂ, ഞാൻ മാറുന്നില്ലല്ലോ. ഞാൻ അവരുടെ കൂടെ മാറും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കൈയൊക്കെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കൈ ഞാൻ നോക്കുക. എപ്പോഴും അങ്ങനെയാണ്. കുഞ്ഞു നാളിലത്തെ ഒരു ഓർമ്മ എനിക്കുണ്ടാകും. അങ്ങനെ അത്തരം ഒരു കാഴ്ചയാണ് എനിക്ക്. ഞാൻ കുട്ടിയാവുന്നത് അങ്ങനെയാണ്. മനസ്സുകൊണ്ട് കുട്ടി തന്നെയാണ്, എനിക്കൊരു വ്യത്യാസമില്ല.
അവരുടെ ഒരു രോഗം മറ്റതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വന്ന് ശരീരത്തിൽ പിടിച്ചു എന്നല്ലാതെ മറ്റേ മനസ്സിനെ രോഗമൊന്നും ബാധിച്ചിട്ടില്ല. ഇപ്പോൾ പകുതി തടഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ബാക്കിയുള്ള ഭാഗം കൊണ്ട് ഞാൻ ജീവിക്കുന്നുള്ളതാണ്. പാടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എഴുതി ജീവിക്കും. ആദ്യത്തെ പാട്ട് സംഭവിച്ചത് എങ്ങനെയായിരുന്നു? ആദ്യത്തെ പാട്ട് ഞാൻ മാതൃഭൂമിയിലുള്ള സമയത്താണ്. കോഴിക്കോട് നിന്നാണ് എന്നെ വിളിക്കുന്നത് ഫാസിൽ. ജെറിമാഷാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം കമ്പോസ് ചെയ്തിട്ട് എഴുതുന്നതാണ്, എനിക്കങ്ങനെ പരിചയമില്ല. അപ്പോൾ ഞാൻ ഫാസിലിനോട് പറഞ്ഞു, എന്നെ വേണോ, കാരണം എനിക്ക് അങ്ങനെ ഒരു പരിചയമില്ല, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞങ്ങൾ ആദ്യം വളരെ ക്ലോസ് ആയിട്ട് പരിചയപ്പെട്ടു, വർത്തമാനം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് നടന്നു. പിന്നെ കടപ്പുറത്തൊക്കെ നടന്നു ഫ്രീ ആയി മനസ്സുകൊണ്ട്. ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ദിവസമാണ് തുടങ്ങുന്നത്. എന്നോട് സബ്ജക്റ്റൊക്കെ പറഞ്ഞു. പിന്നെ ഫാസിലിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്, അടുത്ത സുഹൃത്താണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതുവരെ വരാത്തൊരു വാക്കിൽ തുടങ്ങണം, ഞാൻ കേൾക്കാത്തൊരു വാക്കിൽ. എനിക്ക് വെച്ചാൽ സിനിമ പാട്ടിൽ കേൾക്കാത്തൊരു വാക്ക്, അതുവരെ വരാത്തൊരു വാക്കിൽ തുടങ്ങി. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാന രാഗലയം. അതിൽ വേറെയും പാട്ടുകളുണ്ട്. അത് ഭയങ്കര സിമ്പിളായിട്ടാണ്. ഓ പൂവട്ടക തട്ടിച്ചിന്നി എന്ന പാട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്. അങ്ങനെ എല്ലാ സ്റ്റൈലിലുള്ള പാട്ടുണ്ട് അതിനകത്ത്. തങ്കത്തളത്താളം തെന്നി കാർക്കൂന്തൽ കുളിരു ചിന്നി നീരണിയും നാണമാകുമ്പോൾ. എഴുതാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും? ഇല്ല, എപ്പോഴും എങ്ങനെ വെച്ചാൽ നമ്മളെ ട്യൂണായാലും സിറ്റുവേഷനായാലും സ്വാധീനിക്കുന്നതിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഒരു ഇതിൻ്റെ താമസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ലോഹിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആദ്യമേ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് പോവുക. ആദ്യമേ എനിക്ക് ആ സബ്ജക്റ്റ് എൻ്റെ മനസ്സിലുണ്ടാവും, അപ്പോൾ എളുപ്പം കഴിയും. അപ്പോൾ കണ്ണീർ പൂവൊക്കെ കേട്ടാത്തൊന്നും വളരെ നാൾ പിടിച്ചു ഒന്നുമില്ല, ട്യൂൺ കിട്ടുമ്പോൾ തന്നെ അപ്പം തന്നെ. പിന്നെ ഒന്ന് നമ്മളെ സാധാരണ ആൾക്കാർ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ താളം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളെ വൃത്തമല്ല സിനിമ പാട്ട് ഉപയോഗിക്കുന്ന താളമാണ്. ഇപ്പോൾ തക്കിട്ട 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 ഇങ്ങനെ ഒരു സാധനമുണ്ട്. താക്കിട്ട കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി. ഇതിങ്ങനെ പിടിക്കാതെ അത് കിട്ടില്ല ഒരിക്കലും. ഉണ്ണിക്കിടാവിന്നു നൽകാൻ എന്നൊക്കെ പറഞ്ഞില്ല. അമ്മയും അച്ഛനും പ്രണയവും വിരഹവും വേർപെടലും ഒക്കെ ഉണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലായപ്പോഴും. ആ പാട്ടിന് സാറിന് അവാർഡിലേക്ക് പരിഗണിക്കണം? അതൊന്നും സാറില്ല, അതൊക്കെ നമ്മൾ സന്ദർഭവശാൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ പാട്ടിനും അവാർഡ് കിട്ടണമെന്നൊന്നുമില്ല, അതിലൊന്നും എനിക്ക് വിവാദമൊന്നുമില്ല. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിൽ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. എത്രയോ താരാട്ടുകൾ ആണ് എൻ്റെ പ്രധാനപ്പെട്ട സ്വത്ത് തന്നെ. ഉണ്ണി വാവുണ്ട്, കണ്ണേയുറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേയുറങ്ങുറങ്ങ്. രാമായണവുമായി ബന്ധപ്പെട്ട് പല വാക്കുകളും ഇതുപോലെ കണക്ട് ചെയ്ത് പോയിട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. ഈ മിന്നൽ വിള പോലും അങ്ങനെയാണല്ലോ, രാമായണമല്ല എല്ലാതെ രാമായണക്കാറ്റ്. നമുക്ക് പൗരാണികമായ ഇതൊന്നും സ്പർശിക്കാതെ പോകാൻ പറ്റില്ല. രാമകഥ, പിന്നെ പ്രമോദാനന്ദനുണ്ട്, എല്ലാവരും ഉണ്ട്, ഒരുപാടുണ്ട്. ഇന്നത്തെ കാലത്ത് പഴയ പാട്ടുകൾ ഇങ്ങനെ എടുത്ത് അതിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ കൈതപ്രം സാറിൻ്റെ ഭയങ്കര ട്രെൻഡിങ്ങിൽ വരുന്നുണ്ട്. അത് ശരിയാ. അല്ല മോളെ, ഇപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കേൾക്കുന്ന നല്ല ഭാസ്കരൻ മാഷയും വയലാറിൻ്റെ പാട്ടുകൾ അല്ലേ, അതൊക്കെ എനിക്ക് പ്രിയമാണ് ഇപ്പോഴും. അത് അങ്ങനെയാണല്ലോ, ഈ തലമുറകളിലെ അവർ ആദ്യം കേട്ട് വളരുന്നതാണ് അവരുടെ മനസ്സിലുണ്ടാവുക. ഇപ്പോൾ എൻ്റെ പാട്ടുകളായിരിക്കും ഇന്നത്തെ ഒരു 40 വയസ്സുകാർ വരെ എൻ്റെ പാട്ടുകളായിരിക്കും. ഇപ്പോൾ കരയുന്ന ഉഴച്ചിരിക്കുന്ന നഗരം നഗരം മഹാസാഗരം മഹാസാഗരം, അതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പാട്ട്. ഞാൻ അതിനെ കടപിടിക്കാനുള്ള പാട്ട് എഴുതാൻ നോക്കിയിട്ടില്ല, അത് വേറെ തന്നെ. ഞാൻ എൻ്റെ സ്റ്റൈലിൽ എഴുതുന്ന അത്രേ ഉള്ളൂ. എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ആ സ്റ്റൈലാണ് തീർച്ചയായിട്ടും. അത് എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ അനുഭവങ്ങളുടെയും പരമ്പരയാണ്, അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ, മദ്രാസ് പോകുമ്പോൾ, ആ കാലത്താണ് ഞാൻ എഴുതുന്നത് കളിവീട്. അത് അവൻ്റെ ഞങ്ങളെ അടുപ്പെന്ന് പറഞ്ഞാൽ അവൻ ഇവിടുന്ന് കയറിയിട്ട് വലിയ വിസ്തരിച്ച് യാത്രയപ്പൊക്കെ കൊടുത്ത് കളിവീടൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അവൻ ഫറൂഖിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു. അവനത്ര പോലും സഹിക്കാൻ പറ്റില്ല. അതാണ് എപ്പോഴും ബന്ധങ്ങളാണ് പാട്ടിൽ വിഷയമാകുന്നത്. അത് ക്യാരക്ടർ മാത്രമല്ല, നമ്മളെ സമാനമായ നമ്മളെ
ജീവിതാനുഭവങ്ങളും അതിൽ ചേരും. അതെ, അത് പ്രണയമായാലും വിരഹമായാലും എല്ലാം അങ്ങനെയാണ്. അതൊന്നും ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ല. അതൊക്കെ എനിക്കുമുണ്ട്. പ്രണയം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പ്രണയം ഇന്നും ഉണ്ട്, ഇല്ലെങ്കിൽ അത് എഴുതാൻ പറ്റില്ല. അങ്ങനെയാണ് അതിന് പ്രണയവും ശാരീരിക ബന്ധങ്ങളും ഒന്നും കാര്യമില്ല. മനസ്സാണ് എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കുഞ്ഞുങ്ങളെയും കരയിക്കാതെ ഞാൻ ജീവിച്ചു ഇത്രയും നാൾ. ഒരു ലഹരി ഉപയോഗിക്കാതെ ഞാൻ ജീവിച്ചു. അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല. ഒരു സാമ്പിളങ്ങ് നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനത് നോക്കിയിട്ടേ ഇല്ല ഒരിക്കലും. ഇപ്പൊ തിളക്കത്തിലെ പാട്ട് അതെ, നീ ഒരു പുഴയായി, അതെ, നല്ല അത് വളരെ മനോഹരമായിട്ട്. നല്ല പാട്ട് അത്. മറ്റേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, പിന്നെ എന്ന് വരും നീക്കി, വളരെ സിമ്പിളായിട്ട് പാട്ടുണ്ട്. ഞാൻ ആവശ്യത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഘനമായിട്ടുള്ളൊരു പാട്ട്, ഇപ്പോൾ പ്രമോദഗാനം പോലൊരു പാട്ട്, അതിൻ്റെ സിറ്റുവേഷനിൽ ആവശ്യമാണെങ്കിൽ നമ്മൾ ചെയ്യും. പ്രണയിനിയെ ഓർത്തുകൊണ്ട് എഴുതിയ പാട്ട് ഏതെങ്കിലും ഉണ്ടോ? എല്ലാ പാട്ടും അങ്ങനെയാണ്. എല്ലാം പാട്ടും അങ്ങനെയാണ്. ഇപ്പോൾ മിന്നൽ വിളക്ക് പോലും ഉണ്ട് ആ ഓർമ്മ. അന്നത്തെ പ്രണയത്തിന്റെ ഓർമ്മ ഉണ്ടല്ലോ. മറ്റേ കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തൊടാൻ എത്തുകയില്ല, മാരിവില്ലാണ് നീ, മാരിവില്ലാണ് നീ അത്ര വളരെ ദൂരെയുള്ള മാരിവില്ലാണ്. ഇന്നും എത്തിത്തൊടാൻ പറ്റിയിട്ടില്ല പ്രണയിനിയെ. അങ്ങനെയാണ്. എത്തിത്തൊടാൻ പറ്റിയാലും ഞാൻ തൊടാറില്ല. അതാണ് എൻ്റെ സത്യം. തൊടുന്നതല്ല, ഹൃദയം കൊണ്ട് തൊടുന്നതാണ് പ്രണയം. ഞാൻ ഗന്ധർവല്ല പാട്ടുകൾ, അതെ, ദേവാങ്കണങ്ങൾ. അത് പപ്പാട്ടെന്ന് പറഞ്ഞൊരു മഹാപ്രതിഭയുടെ കൂടെ നിന്നപ്പോൾ ഞാനും എൻ്റെ പ്രതിഭ ഉണർന്നതാണ്. അതെൻ്റെ ഒന്നല്ല, പപ്പാട്ടൻ പറയുന്നതിൻ്റെ ഒരു ഡെപ്താണിത്. പപ്പാട്ടൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അങ്ങനെയാണ് അത്രയും ശക്തമായ പാട്ട് എഴുതാൻ പറ്റിയത്. തെങ്കാശി പട്ടണത്തിലെ പാട്ടുകൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റയിലൊക്കെ മറ്റേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. എങ്ങനെയാണ് പാട്ടുകളൊക്കെ വന്നേ? തെങ്കാശി പട്ടണത്തിൽ അത് നല്ലൊരു സബ്ജക്റ്റാണ്. അതിലൊരു വളരെ ഒരു പാത്തോസായിട്ടുള്ളൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ട്? ഒരു സിംഹമലയും കാറ്റിൽ. അതാണ്. അപ്പോൾ ഒറ്റയ്ക്കാവുന്നൊരു മാൻപേട. ആ രണ്ട് ക്യാരക്ടർ, ശക്തമായ രണ്ട് ക്യാരക്ടറിനെ പറ്റി പറയുമ്പോഴും അവരെ കൊണ്ട് ദുഃഖിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കാണുന്നു. ആണ് എൻ്റെ പ്രത്യേകത. ഭയങ്കര ഭാവനയാണ്. ഞാനൊരു 25 വയസ്സ് വരെ വായിച്ചതിന് കണക്കില്ല. ഇപ്പോഴും അതെ, ഇപ്പോഴും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കില്ല ഞാൻ, എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ. മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റം, മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റം, നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ, നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ, ദൂരെ ദൂരെ പാടില്ലേ. അതൊക്കെ എൻ്റെ ശൈലി, ഞാൻ പാടും. ദാസേട്ടൻ പാടുന്ന പോലെ എനിക്ക് പാടാൻ പറ്റില്ല. മലയാളിയെ ഒരുപാട് ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള, വേദനയിലായാലും സന്തോഷത്തിലായാലും ഒരുപാട് ഗാനങ്ങളുണ്ട് സാറിൻ്റേത്. അത് ഇനിയും ഉണ്ടാകട്ടെ, ഇനിയും അതുപോലെ മലയാളികൾക്ക് കേൾക്കാൻ ഒരുപാട് ഗാനങ്ങൾ പിറക്കട്ടെ.